ഹായ് മകളെ, പലപ്പോഴും ഒരുപാട് പേര് കുട്ടികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡൗട്ടാണ്, അതായത് സ്റ്റഡി മെറ്റീരിയൽ, ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് ഈ NCERT ടെക്സ്റ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്റ്റഡി മെറ്റീരിയൽ കൂടെ ഉണ്ടാകുക എന്നുള്ളത് അല്ലേ. സോ ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽ എവിടെ നിന്ന് ലഭിക്കും എന്നുള്ളത്, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള മെത്തേഡ്, ഫ്ലോ ചാർട്ട് മെത്തേഡ്, ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് മെറ്റീരിയൽ. അതെ, അങ്ങനെ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും പരിചയപ്പെടുത്താനുമാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇത് സൈലത്തിന്റെ ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ ആണ്. ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഫീച്ചേഴ്സ് എവറിത്തിങ് ആയിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ അവസാനം വരെ നിങ്ങൾ കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ മെറ്റീരിയലിന്റെ ഏറ്റവും ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ചാപ്റ്റർ തന്നെ എടുക്കാം. സുവോളജിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അപ്പോൾ നിങ്ങൾ ഇതിൽ കാണുന്നത് പോലെ ഈ ഒരു ചാപ്റ്ററിനെ നമ്മൾ ഇതുപോലെ പല ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ, അങ്ങനെ ഓരോ സബ് ടോപ്പിക്സ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ടോപ്പിക്കിനകത്ത് വരുന്ന ഓരോ ഈവൻസ്, അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് വരുന്നത്, അതെല്ലാം പോയിന്റ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. എല്ലാം പോയിന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പാരഗ്രാഫായിട്ട് വായിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. അതുപോലെ തന്നെ പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓരോ പോയിന്റ്സിലും എന്താണ് ഇമ്പോർട്ടൻസ് ഉള്ളത് നോക്കി അത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതിയാകും. ഏറ്റവും അവസാനം നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന അതിൻ്റെ നമ്മുടെ ഫ്ലോ ചാർട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, നമ്മുടെ സുവോളജിയിൽ ഓരോന്ന് പഠിക്കുമ്പോൾ ഫ്ലോ ചാർട്ട് നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്നതാണ്. സോ അതൊക്കെ ഓൾറെഡി ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്നുള്ള ആ ഫ്ലോ ചാർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും ആ ഒരു ലൈൻ ഓഫ് ആക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കറിയാം, സുവോളജിയിലും ബോട്ടണിയിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് വരുന്നതാണ് ഡയഗ്രാംസ്. സോ നെസസറി ഡയഗ്രാംസ് കൂടി, അതും ടെക്സ്റ്റിലുള്ള ഡയഗ്രാം തന്നെ ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ഈ ഒരു മെറ്റീരിയലിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാതെ തന്നെ ഈ ഒരു മെറ്റീരിയലിൽ തന്നെ എല്ലാ ഡയഗ്രാംസും നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഇനി ഇത് മാത്രമല്ല, ഓരോ ടോപ്പിക്കും കഴിയുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യൻസും അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. അതോടൊപ്പം അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. സോ പലരും ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്ന്. സോ ആ ഡൗട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആവും. കാരണം നമ്മൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരേണ്ടതെന്നും അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. സോ ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ അതിൻ്റെ 5 or 6 സബ് ക്വസ്റ്റ്യൻസ് കൂടി വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ ഒരു ടോപ്പിക്ക് സെറ്റ് ആവുകയാണ്. പിന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുന്നു. സോ ഇങ്ങനെയായിരിക്കും ഈ ഒരു പാറ്റേൺ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് കഴിഞ്ഞ് ഏറ്റവും അവസാനത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത്, അതായത് ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് സെക്ഷനിലേക്ക് എത്തുമ്പോൾ, ആ ചാപ്റ്റർ ഏകദേശം എൻഡിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ പിന്നെ അതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ചാപ്റ്ററിൽ വരുന്നതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്താൽ വരുന്നത്, പിന്നെ ഇതിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി ആകുമ്പോൾ അതും ഇയർ വൈസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോ വർഷവും ചോദിച്ചിട്ടുള്ളത് ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഇംപ്രൂവ്മെന്റ് ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻസും ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് പിക്ചറാണ് നിങ്ങൾക്ക് ഒരു ആ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ചാപ്റ്റർ തുടക്കത്തിൽ നിങ്ങൾ പഠിക്കുന്ന അഗ്നി ബാച്ചിലെ ക്ലാസ്സുകൾ കൂടി ആകുമ്പോൾ സംഭവം കുശാലായി. ഈ ചാപ്റ്റർ നിങ്ങളുടെ കൈക്കുള്ളിൽ ഒതുങ്ങുകയാണ്. സോ ഫുൾ ചാപ്റ്ററിന്റെയും പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എക്സാമിന് വളരെ കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ ആണ് ഇത്. ഈ മെറ്റീരിയൽ എവിടെ ലഭിക്കും എന്നാണ് നിങ്ങളുടെ ഇപ്പോൾ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ ഡൗട്ട് ആണെങ്കിൽ, ഇത് നമ്മുടെ ആപ്പിനകത്ത് തന്നെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ആപ്പിനകത്ത് ഈ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആപ്പ് പർച്ചേസ് ചെയ്യണം എന്നില്ല. അപ്പോൾ ആപ്പിനകത്ത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കയറി അതിനകത്ത് നിന്നും ഈ ഒരു ബുക്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അത് മാത്രമല്ല, പബ്ലിക് ആയിട്ടുള്ള ബുക്ക് സ്റ്റോറുകളിലും ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആണ്. സോ ഇനി ബെസ്റ്റ് മെറ്റീരിയൽ തേടിയുള്ള നിങ്ങളുടെ ആ സെർച്ച് ഇവിടെ അവസാനിക്കുകയാണ്. ദിസ് ഇസ് ദ ബെസ്റ്റ് മെറ്റീരിയൽ അവൈലബിൾ ഇൻ കേരള.